ഷിമോൺ, രാവിലെ മുതൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിധിയിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. നീതി ലഭിച്ചു. ആ അമ്മ പ്രതികരിച്ചത് അങ്ങനെയാണ്, പൊന്നുമകന് നീതി ലഭിച്ചു എന്നുള്ളതാണ്. ഈ സമയം, ഈ വിധി വരുമ്പോൾ ഈ സമയത്ത്, അതായത് ഇത്തരം ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം ഈ വൈകുന്നേരം ഇപ്പോൾ ഷിമോൺ എന്താണ് പറയാനുള്ളത്? ശരിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് ഞങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ളൊരു ശിക്ഷ തന്നെയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. അതിൽ സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്. അതിന് നന്ദി പറയാൻ മാത്രമേ എനിക്ക് ഉള്ളൂ. ഇപ്പോൾ ഈ കേസിൻ്റെ നാൾ വഴികളൊക്കെ കുറേ കാലമായി ഈ കേസ് സംഭവിച്ച് ഇവർ അറസ്റ്റിലാകുന്ന ഘട്ടം മുതൽ കേരളം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇവർക്കിടയിലെ ബന്ധം ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ കുടുംബം അറിഞ്ഞത്? ആദ്യം മുതൽ തന്നെ അറിയായിരുന്നു. ഷാരോൺ എല്ലാ വീട്ടിൽ പറയും, ഞാനും അങ്ങനെ തന്നെയാണ്, പപ്പയുടെ അമ്മയുടെ എല്ലാം പറയും. അപ്പോൾ ഇത് റിലേഷൻ തുടങ്ങിയ കാലം മുതലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. തുടങ്ങിയപ്പോഴും പറഞ്ഞതാണ്, ഇടയിൽ വെച്ചിട്ട് എൻഗേജ്മെൻ്റ് ആയപ്പോഴും പറഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അല്ല, മറ്റൊരു വിവാഹത്തിൽ എൻഗേജ്മെൻ്റായി, വിവാഹ നിശ്ചയമായി എന്നറിയുമ്പോൾ ഷാരോൺ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? കാരണം ഇതിപ്പോൾ പ്രതിഭാഗം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ഗ്രീഷ്മ ആഗ്രഹിച്ചിരുന്നു, അതിൽ പലതവണ പറഞ്ഞിരുന്നു, പക്ഷേ അതിന് സമ്മതിച്ചില്ല ഷാരോൺ എന്നുള്ളതാണ്. നിർബന്ധിതമായ ബന്ധത്തിൽ തളച്ചിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ ഘട്ടത്തിൽ അത് പറയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഷിമോൺ ചോദിക്കുന്നത്. അതെ, അത് പ്രതിഭാഗം പറഞ്ഞതാണ്, ഉന്നയിച്ച ആരോപണങ്ങളാണ്. പക്ഷെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള ഒരു തെളിവുകളും നിലവിൽ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. അല്ല ഷിമോൺ, ഇപ്പോൾ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഷാരോൺ വിഷമത്തോടു കൂടി വീട്ടിൽ അറിയിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ബന്ധത്തിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിങ്ങളും ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുമല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ടൈമിൽ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീഷ്മേനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് തുടർന്ന് എന്താ പ്ലാനിങ്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് ഇത് അവളുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം നടന്നതാണ്, അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു, കുഴപ്പമില്ല ചേട്ടാ, ഇത് നമ്മൾ അല്ല ഇവൻ്റെ കൂടെ ഇറങ്ങി വരും എന്നുള്ള രീതിയിൽ അവൾ അന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്ന് അവളുടെ അടുത്ത് ചോദിച്ചതാണ്, ഗ്രീഷ്മയുടെ അടുത്ത്. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം മാറ്റും, അതുകൊണ്ട് ഇപ്പം വീട്ടിൽ വരണ്ട എന്നുള്ള രീതിയിലാണ് ഗ്രീഷ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചില്ല. ഷാരോണിന് പേടിയായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയാലോ എന്നുള്ളൊരു പേടി. അപ്പോൾ കുറച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് ടൈമിൽ അവർ പിണങ്ങിയിരുന്നു, അവർ മിണ്ടില്ലായിരുന്നു. അത് ഷാരോൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ തന്നെയാണ് ഫോൺ വിളിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഷാരോൺ എല്ലാം ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയുമായിരുന്നു. ഈ വീട്ടിൽ വെച്ച് വിവാഹം കഴിച്ചു, വീട്ടിൽ വെച്ച് താലി കെട്ടി, അതിനുശേഷം പള്ളിയിൽ പോയി താലി കെട്ടി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിന് അറിയാമായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ താലി കെട്ടിയ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതിൻ്റെ കസിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ നിർദ്ദേശിച്ച പ്രകാരമാണ് കസിൻ ചെന്ന് കടയിൽ ചെന്നിട്ട് താലി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവൾ തന്നെയാണ് താലിയും സെലക്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളെ ഈ വീട്ടിൽ വെച്ചിട്ടാണ് അവർ താലി കെട്ടിയത്. പിന്നെ പള്ളിയിൽ വെച്ചിട്ട് കെട്ടിയതല്ല, സിന്ദൂരം തൊട്ടതാണ്. അപ്പോൾ അതൊക്കെ ഷാരോൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. വീട്ടിൽ വെച്ചത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണോ? അതെ, വീട്ടിൽ താലി കെട്ടിയ സമയത്ത് ഞങ്ങളാരും വീട്ടിലില്ലായിരുന്നു. എൻ്റെ കസിനുണ്ടായിരുന്നു. അപ്പോൾ സജിൻ എന്ന പേര്, അവനുണ്ടായിരുന്നു, ഷാരോണും ഗ്രീഷ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുമായിട്ട് പോയിട്ടാണ് താലി വാങ്ങിയത്. അവൾ തന്നെയാണ് ചൂസ് ചെയ്തത്. വീഡിയോ കോളോ അങ്ങനെ എന്ത് ചെയ്തിട്ട്
താലി ചൂസ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് സജി. ഇവർക്കിടയിൽ ബന്ധം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന രൂപത്തിൽ ഷാരോൺ എന്തെങ്കിലും വീട്ടിൽ പറയുകയോ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ എൻഗേജ്മെൻറ്റ് ടൈമിൽ കുറച്ച് നാൾ പിണങ്ങിയിരുന്നതല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നതെന്നാണ് ഷാരോൺ പറഞ്ഞത്. അപ്പോൾ അവൾ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു. കാരണം ആ ഒരു ടൈം മുതൽ പാരസെറ്റമോള് ഈ സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പാരസെറ്റമോൾ സെർച്ച് ചെയ്ത് അത് കൊടുക്കാനായിട്ടുള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും അവന് മനസ്സിലായിട്ടില്ല, ഞങ്ങളത് അറിഞ്ഞതുമില്ല. ഈ പാരസെറ്റമോൾ ജ്യൂസ് ഇത് നൽകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയിരുന്നോ? അതപ്പം തന്നെ അത് വേണ്ടെന്ന് വെച്ചു എന്ന് അറിയാം, പക്ഷെ അത് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ശരിക്കും അതെ 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 ശരിക്കും പറഞ്ഞാൽ അന്ന് കഴിച്ചപ്പോഴത്തേക്ക് അവന് കയ്പ്പ് കാരണം തുപ്പിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവള് ഒരു എക്സ്പയറി ആയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വിട്ടു. അവന് ആ സമയത്ത് ഇടയ്ക്ക് എനിക്കത് കറക്റ്റായിട്ട് ആ ഡേറ്റ് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു ടൈമും ഒരു ടൈം പീരീഡായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈം പീരീഡിൽ ഷാരോണിന് കുറച്ച് ക്ഷീണം പോലുള്ളൊരു, അതായത് ഒരു മയക്കം പോലുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ വീഡിയോസ് ചെക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു കാര്യം കണക്റ്റ് ആയത് ഞങ്ങൾക്ക്. ആദ്യം ആർക്കാണ് സംശയം തോന്നിയത്, ഷിമോൺ? അത് ഷാരോൺ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അവിടെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് 14-ാം തീയതി രാവിലെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഞാനും പപ്പയും അവിടെയായിരുന്നു. പപ്പ എന്നെ വിളിക്കാൻ വന്നത്. അപ്പോൾ എന്നെ ഷാരോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്താണ് പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ റെക്കോർഡ് ബുക്ക് വാങ്ങാൻ പോകുന്നു എന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയോടുകൂടി ആയപ്പോഴത്തേക്കാണ് ഷാരോൺ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പം വളരെ അതായത് വളരെ ക്ഷീണിതനായിട്ടാണ് അവൻ വന്നത്. അവന് കയറി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ. അപ്പം പെട്ടെന്ന് തന്നെ അവൻ വീട്ടിൽ വന്നിട്ട് നേരെ പോയി ഛർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഛർദ്ദിച്ചു, കുറേ നേരം ടോയ്ലറ്റിലായിരുന്നു. അപ്പം മനസ്സിലായി ലൂസ് മോഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അവൻ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ഫ്രൂട്ടി കുടിച്ചു, അതിനുശേഷം ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ശരി അത് മാറാനായിട്ട് എന്തെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാറാത്തത് കൊണ്ടാണ് നേരെ പാറശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് മോഷൻ ബ്ലാക്ക് കളറിൽ പോയപ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങൾ ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ തൊട്ടൊരു ഡൗട്ട് തോന്നി തുടങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ വാല്യൂസ് എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം അടുത്ത ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മച്ചിരി വീട് അടുത്ത ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ഒട്ടും കുറയില്ലാതെ അന്ന് രാത്രി പോയതിന് ശേഷം ഈ ചുണ്ട് മുതൽ ഉള്ളിലോട്ട് ഫുള്ളും ഈ വിണ്ട് കയറിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാത്രി ഉറങ്ങിയില്ല. അങ്ങനെ ആണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ഡയാലിസിസിന് നിർദ്ദേശിച്ചു. അതിനുശേഷം ഡോക്ടർ അരുണ മാഡമാണ് ഞങ്ങളടുത്ത് പോയിസൺ എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളടുത്ത് പറയുകയും അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് വരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.